ഹലോ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. ഹായ് ഫ്രണ്ട്സ്. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്വന്തം ഹായ് അല്ല വേർത്തിങ്ങിലേക്ക് സ്വാഗതം. ഇപ്പോ ഒരു കാര്യം പറയാമെന്ന് ഞങ്ങളോട്. അതിന് മുന്നേ ഇത് പറയണ്ടേ നമുക്ക്? ഇത് ഞങ്ങളെ വേർത്തിങ്ങിൽ ഇപ്പോൾ പുതിയ ഇത് വെച്ചതാണ്. ഇപ്പോൾ ഇതിന്റെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുള്ള എന്താണ് വേർത്തിങ് എന്താണ് ചന്ദ്രൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക? എന്ത്രൂഞ്ഞാൽ. ജയൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എന്ത്രൂഞ്ഞാൽ. ഇന്നാണെങ്കിൽ സ്ഥലം കാണാൻ നല്ല രസം. മേഘം അടിപൊളി. കാണിച്ചാൽ ആകാശം കാണുന്ന സ്ഥലങ്ങളോ? മതി മതി, ഇങ്ങോട്ടാ. ഞാൻ ആകാശം കാണിച്ചു കൊടുക്കട്ടെ? മതി, ഇങ്ങോട്ട് വാ. ഞങ്ങൾ ഇന്നത്തെ വീടിന് ഉദ്ദേശിച്ചാൽ ഞങ്ങൾ എന്നും സ്ഥിരം ഇറങ്ങുന്നതാണ്. ഒരു വൈകുന്നേരം 6 മണിയാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഇങ്ങനെ വെറുതെ അങ്ങാടി കൂടെ എന്താ പറയുക, പുറത്തു കൂടെ ഇങ്ങനെ തേരാപാര അങ്ങനെ നടക്കും. സ്ഥിരം സ്ഥലങ്ങൾ പറയണത് ബീച്ച്, പാർക്ക്, പിന്നെ ഏതെങ്കിലുമൊക്കെ കട, പിന്നെ വെറുതെ ഡ്രസ്സ് നോക്കുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലേ? ലൈഫ് അല്ലല്ലോ, എന്താണെങ്കിലും എന്തായാലും ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വളരെയധികം ഒരു കാര്യം സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ അറിയുന്ന എല്ലാവരും ഫോൺ വിളിച്ച് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞു. ഇനിയിപ്പം നിങ്ങളോട് പറയാനുള്ളത്, അപ്പോൾ എന്നോട് പറയാണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്ക്. ഞങ്ങൾക്ക് യൂട്യൂബില് മോണിറ്റൈസേഷൻ ഓണായി. ഞങ്ങൾക്ക് നല്ല പൈസ പൈസ കയറാൻ തുടങ്ങി. മോണിറ്റൈസേഷൻ ഓണായി. ഫസ്റ്റത്തെ ദിവസത്തെ റവന്യൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. എത്രയെന്ന് വേണമെങ്കിൽ പറയാം, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. 200 റുപ്യ നാട്ടിലെ ഒരു വീഡിയോൻ്റെ അല്ലേ? അത് എല്ലാ വീഡിയോയും ഫസ്റ്റത്തെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു. 4.5 മണിക്കൂർ വാച്ച് അവറായിട്ട് 2 ദിവസമായിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസേഷൻ്റെ എല്ലാം റെഡി ആക്കിയൊക്കെ കഴിഞ്ഞ് വെച്ചിരുന്നു. എന്നിട്ട് ഓണാവായിട്ട് പൈസ തരായിട്ട് ഞാൻ ലാസ്റ്റ് യൂട്യൂബുകാർക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അക്കൗണ്ടൊക്കെ ഓക്കെയാണ് പറഞ്ഞു. 2 ദിവസം കാത്തിരിക്കാം. അങ്ങനെ കാത്തിരുന്ന് കുറേ നോക്കിയിട്ട് വന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാ രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോൾ അപ്പോൾ ഉണ്ടെന്ത് ഞാൻ വെറുതെ റീഫ്രഷ് ആക്കിയപ്പോൾ $2. $2 അപ്പം തന്നെ ഞങ്ങൾ അക്ഷയ്ക്കും ചേക്കും വിളിച്ചു പറഞ്ഞേ. പിന്നെ അപ്പം പിന്നെ രാത്രി അല്ല ആ ടൈം ആയപ്പോൾ നാട്ടിലെല്ലാവരും ഉറങ്ങിയിരുന്നു. അത് പിന്നെ രാവിലെ എല്ലാവർക്കും വിളിച്ച് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വിളിച്ചറിയിച്ചു. ഞങ്ങൾ സന്തോഷമായി. 200 റുപ്യ ആണെങ്കിലും ഞങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടിയല്ലേ. അതെ, ഞങ്ങൾ വീഡിയോ ഇതാക്കിയിട്ട് എല്ലാവരും കമന്റ്, അതുകൊണ്ട് നിങ്ങളോട് താങ്ക്സ് പറയാനോടാണ് വന്നത്. എല്ലാവർക്കും താങ്ക് യു. ഇനി ഞങ്ങളിവിടെ അടുത്തൊരു പാർക്ക് പോകുന്നുണ്ട്. ആ പാർക്ക് പോകുന്നതോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ? ഒരു പാർക്കല്ല, കുറേ പാർക്ക് ഉണ്ട്. പറ്റുന്ന പാർക്ക് വരെ പോവാം. ഈ ബാക്കിലുള്ള ജയന്റ് വീല് ഇവിടെ വേർത്തിങ്ങിൽ എന്താണ് സംഭവം? വേർത്തിങ് ഫെസ്റ്റിവൽ, അങ്ങനെ എന്തോ ഒരു ഫെസ്റ്റിവൽ വരുന്നുണ്ട്. എന്താണ് സംഭവം? അതിന് പോകുമ്പോൾ ഞങ്ങൾ വ്ലോഗ് എടുക്കും, വീഡിയോ എടുക്കും. ഈ സംഭവം ഓണാകുമ്പോൾ ഞങ്ങൾ ഓണായിട്ടില്ല, ഇതിന്റെ ഓരോ പണികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. അല്ല, തുടങ്ങി കഴിഞ്ഞു പറയാം. എന്നിട്ട് എന്തോ തുടങ്ങാത്തതുകൊണ്ട് അതറിയില്ല. ആ ജയന്റ് വീല് ഫുള്ള് ലൈറ്റ് ആട്ടോ. അതിന്റെ മേലത്തൊരു സാധനം കുലുങ്ങുണ്ട്. അതോ ആടന് നിങ്ങൾ കാണുന്നുണ്ടോ വീഡിയോയില്? തലാട്ടിയ അതാ കണ്ടോ പറഞ്ഞ ആടനുണ്ട്. അതാണ് ആടിന്. ഈ താഴത്തെ ഒരു സാധനം അത് കിടന്ന് കറങ്ങുന്നുണ്ട് താഴത്തെ. എങ്ങനെ തൊട്ടാ അതന്നെ അതും ആടുന്നുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് കയറുമ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഞങ്ങൾ ചെയ്യുന്നവിടെ അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് വലുതാട്ടോ, നല്ല രസമുണ്ട് കാണാൻ, നല്ല വലുപ്പുണ്ട്. ഞങ്ങൾ അതിന്റെ കുറേ ദൂരത്ത് നിന്നാണ് നിൽക്കണത്. കാരണം അതിന്റെ അടുത്തൊക്കെ ഭയങ്കര കാറ്റ്, അവിടെ ബീച്ച് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കണേ. ഞങ്ങൾ അതിന്റെ ഇപ്പുറത്ത് ഞങ്ങൾ നേരത്തെ അതിന്റെ കുറച്ച് ഇപ്പുറത്ത് പോയി ഞങ്ങൾ വീഡിയോ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ചേന്. പിന്നെ ഇവിടെ ഒരാൾക്ക് മടിയായിട്ട്, ഒരാൾക്കോ രണ്ടാൾക്കും മടിയായതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിങ്ങനെ വെറുതെ പുറത്ത് പോവാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് പോവാൻ വിചാരിച്ചിന്. അതിന്റെ പേരെന്തായിരുന്നു? നമ്മളിന്ന് പോവാൻ വിചാരിച്ചേ
ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യണ്ടെങ്കിൽ അപ്പം നോക്കിയിട്ട് എന്നോട് പറഞ്ഞില്ല നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു എന്നോട്. ആ പാർക്ക് കൊളല്ല പാർക്ക്, കൊളല്ല പാർക്ക്, ബ്രൂക്ക്ലാൻഡ് പാർക്ക്. അപ്പം അവിടേക്ക് നമ്മൾ ഇനി വേറെ ഒരു ദിവസം പോകുന്നതാണ് ഗൈസ്. അല്ല വേണം ഇന്ന് പോവാം. നോക്കാൻ പറ്റുമോ? ബസ് കയറി പോയാലോ? പോയാലോ? ഇന്ന് പോലെ പോവാം നമുക്ക്. ഇന്ന് പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ പോവാം. പോട്ടെ. വെയിലായതുകൊണ്ട്. ആരും എന്നോട് ചോദിച്ചിരുന്നു എൻ്റെ കണ്ണട ഇവിടെ, ഞാൻ വെറുതെ ലുക്കിനൊക്കെ കാണാം. അല്ല, ശരിക്കും കണ്ണാണോ? കണ്ണാണൂല എന്നല്ല, കണ്ണ് എടുത്തെന്നുള്ള കണ്ണ് ദൂരമുള്ള ചെറുതായിട്ട് കാണൂല, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും ദൂരല്ല, പിന്നെ ഇപ്പം എന്തിനാ കണ്ണടാ. പോയാലോ? പോരാ. ബസ്സിന് പൈസ എടുത്തണോ? പൈസ ഇല്ല, ഡോളറൊന്നും കയറിയിട്ടില്ലേ. ഗൈസ്, ഡോളർ നമുക്ക് 60 പൗണ്ട് ആയാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് പരിശ്രമിച്ചാൽ. അതെ, എല്ലാവരും വീഡിയോസിലെ ആഡൊക്കെ വരും, ആഡൊക്കെ ഇങ്ങനെ കാണുക. സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്താൽ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. സ്കിപ്പ് ചെയ്ത് പോയിട്ട് എല്ലാവരും കാണും കേട്ടോ. എല്ലാവർക്കും എന്താ നമുക്ക് കുറേ പൈസ ഇട്ടല്ലേ. മെയിനായിട്ട് ഡ്രസ്സ് വേണം. ആരോ പറഞ്ഞു, അല്ല ഒരു കുട്ടി അങ്ങ് മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് കാണിക്കണം. ഡ്രസ്സിൻ്റെ കളക്ഷൻ പറയണതൊക്കെ എൻ്റെത് പറഞ്ഞാൽ ഓളതാണ്. ഇതാ അല്ലേ പറഞ്ഞെടുത്തല്ലോ. ഇതൊക്കെ ഞാൻ ഇട്ടുന്ന കുറേ ഡ്രസ്സ് ഇൻ്റർവെല്ലേക്കാരം ഒക്കെ പഴയത്. ഓൻ്റെ കുറേ പഴയതുണ്ടാവും, ഞാനൊക്കെ കട്ട് ചെയ്ത്. ഞാനല്ല കട്ട് ചെയ്ത, സോറി ഞാനല്ല കട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ തൊള്ളിൽ ഒന്ന് പോകുന്നതാണ്. അപ്പം ഞങ്ങൾ ഡ്രസ്സിൻ്റെ കളക്ഷൻ കാണിക്കാൻ പറയുമ്പോൾ ഞങ്ങൾ ആദ്യം ഡ്രസ്സ് വാങ്ങട്ടെ. ഡ്രസ്സ് വാങ്ങിയിട്ട് അങ്ങനെ കുറേ ഡ്രസ്സ് ഉണ്ടാവും ഇപ്പോൾ പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ കളക്ഷൻ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ വീഡിയോയിലുള്ളതൊക്കെ പറയണോ? വീഡിയോയിലുള്ള ഡ്രസ്സിൻ്റെ കഥയൊക്കെ വേണ്ട, ഞങ്ങൾ പറയണില്ല. അത് സസ്പെൻസ്, സർപ്രൈസ്. അത് പിന്നെ ഒരു വീഡിയോയിൽ പറയാം. ഇനി പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ ഡ്രസ്സിൻ്റെ കളക്ഷൻ ചെയ്യും. ഇൻഷാല്ലാ എന്തായാലും ചെയ്യും. എനിക്ക് കുറച്ചേലും കാണിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എല്ലാം ഞാൻ എടുത്തു, അതാണ് സംഭവം. എല്ലാ ഡ്രസ്സും ഞാൻ എടുത്തു. അപ്പം നമ്മൾ പോലെ മറ്റേ അക്ഷയ മതി. ഇവിടെ ക്യാമറ. അപ്പം അവിടെ നിന്ന് കാണാം ഗൈസ്. ഞങ്ങൾ ഇന്നിവിടെ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഇവിടെ എന്താ ക്യാമറ ഷൂട്ടിംഗ് വൈക്കൂടെ ആയിട്ടോ. ആ വൈ അഞ്ചെടുത്താൽ ആ വൈക്കൂടെ നടന്നു വരികയും ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ശരിക്കും നടന്നു വരുന്ന ആൾക്കാരാണ്. പക്ഷെ അവിടെ ഉള്ളതൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അവിടെ മൊത്തം വണ്ടിയൊക്കെ പിടിച്ചിട്ട് തടഞ്ഞൊക്കെ നിർത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഇവിടെ കുറച്ച്. ഈ പെണ്ണാണ് പറഞ്ഞേ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞു ഇവിടെ എന്താണ് ഷൂട്ടിങ് നടക്കുകയാണ്, ഇവിടെ ആയിക്കൂടെ നടക്കാൻ പറ്റൂലെന്ന്. ഇനിയിപ്പോ ഒന്നുകൂടെ റിപ്പീറ്റ് എടുക്കാൻ തോന്നുന്നു. കാരണം ഇപ്പൊ വരെ ഇങ്ങോട്ട് നടന്ന പെണ്ണുങ്ങൾ അങ്ങോട്ട് തന്നെ നടന്നു. ആ കാറ് സെറ്റിട്ടാണോ? ഈ ചെക്കന് പിന്നെ ഒരു മറ്റേ സാധനം കൊണ്ടൊരു ചെക്കൻ വന്നില്ലല്ലോ അവനോടെ, ആ സ്കേറ്റ് ബോർഡ് കൊണ്ട്. ഓളും പറഞ്ഞില്ലേ നമ്മളോട്, ഞങ്ങളിത് ഞങ്ങൾ എന്താ കുട്ടി ഞങ്ങൾ സാധാ പോലെ വരുന്ന പോലെ വന്നതാ, ഞങ്ങൾക്ക് അറിയില്ല ഇനി ഇവിടെ ഷൂട്ടിംഗ് ആണെന്നൊക്കെ. ആ എന്താ കാറിലിരിക്കണ ആ ചെക്കന്റെ മൂക്കിൽ 2 പഞ്ഞി വെച്ചാണ്. പഞ്ഞല്ല, ഒരു കറുപ്പ് സാധനം എന്തോ. മേ ബി അത് മീശയാണോ, എനിക്കറിയില്ല എന്താണെന്ന്. എന്തൊക്കെയാണ് ഇവിടെ സെറ്റ് ആ സാധനങ്ങളൊക്കെ. ഇതെന്തിനാണോ, വല്ല മൂവി ആണോ ഇനി സീരിയസ് ആണോ? ഇതുണ്ടോ, കാറുണ്ടോ? ഇതൊന്നും നടക്കണെന്ന് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ആ മറ്റേ കിളിപ്പച്ച സംഭവം ഇട്ട ആൾക്കാരൊക്കെ അതിന്റെ ആൾക്കാരെ മനസ്സിലായി. അവിടെ കണ്ടില്ലേ എന്താ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ നടന്നപ്പോ മറ്റേ ഗോ സംഭവം വെച്ചാണ്. ഇപ്പൊ ഇവരൊക്കെ ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതിനോട് അഭിനയിക്കുന്ന ആൾക്കാരാണ്. ഈ പെണ്ണിനാണ് ഈ സൈഡിൽ നിൽക്കുന്ന കറുപ്പ് പെണ്ണിനായിട്ട് അവിടെ നിന്ന് പറഞ്ഞു ചോദിച്ചിട്ടോളാം. ഇവിടെ തൊട്ട് അവിടെ വരെ അല്ല, ഇത്ര ഏരിയ അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാര് ഇവിടെ അഭിനയിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്താ ചെയ്യാ, ഞങ്ങൾ എന്താ ഒന്ന് ഇറങ്ങി പറച്ചാനറിയാം. അത് ഇതിൽ കൂടെ എന്താ വന്ന ഒരു കോയിൻസിഡൻസ് അല്ലേ. അപ്പുറത്തോട് എന്താ പോവാൻ നോക്കിയത്. ആ കാറിന്റെ അവിടെ കുറെ ആൾക്കാർ നിക്കണുണ്ടില്ലേ. ഞാൻ പറഞ്ഞു ഒരു പെണ്ണ് അവിടെ സിഗരറ്റ് വലിക്കുന്നുണ്ട്. ആ സ്കേറ്റിംഗ് ബോർഡും കൊണ്ട് ആ ചെക്കൻ നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്താ ഇവിടെ ഇത്ര തിരക്കുന്ന്. ഞാൻ ഇനിയിപ്പോ ഒരു ചെക്കൻ സ്കേറ്റിംഗ് ബോർഡും കൊണ്ട് വരും. കാരണം ഷൂട്ടിംഗ് ഓൺ ആയിട്ട് തോന്നുന്നു. ആ പെണ്ണാക്കണ് മറ്റുള്ളവരോട് വരാൻ പറയുന്നത് കണ്ടോ. വേഗം പോ അറിയണ്ട്.
ഇപ്പൊ ഷൂട്ടിംഗ് ഓണാവും. ചങ്ങായി വരുന്നുണ്ട്. ആകണ സ്കേറ്റിംഗ് ബോർഡും കൂടെ ചങ്ങായി വരും, കാറിൽ പോവും. ഇതിപ്പോ രണ്ടാമതാണ് ഷൂട്ട് ചെയ്യണം കേട്ടോ, അതുകൊണ്ട് എനിക്ക് ശരിക്കും അറിയണേ. ഞങ്ങള് കൊറേ നേരം ഇവിടെ മൊയന്തടിച്ചിട്ട് ഒരു രസം. അപ്പൊ വന്നു ഇവരാണ് ഇത് ഞങ്ങൾക്ക് അറിയണ ഒരു ഹിഞ്ച്. കാറ് കുറച്ചേ പോവുള്ളൂ, കാർ അവിടെ വരെ പോവുള്ളൂ. സംഭവം എന്താ ഡയലോഗ് ഇതാക്കട്ടോ, പഴയ കാറൊക്കെ സെറ്റ്. മറ്റോര് നടന്ന് പിന്നി വരുന്നുണ്ട്. ഇതാ മറ്റേ പെണ്ണ്. ഇവിടെ സിഗരറ്റ് വെച്ചാല് അവളെ കയ്യിൽ ഇപ്പോഴും ഉണ്ടായി സിഗരറ്റ് ഉണ്ടല്ലേ. അല്ല ഇന്ത്യനാണ് ആ പെണ്ണ്. അവിടുന്ന് ഒരു പെണ്ണ് പോയില്ലേ, അത് ഇന്ത്യനാ. ഗായ്സ് അപ്പം ബസ് വന്നു, നമ്മൾ ആ സ്ഥലത്ത് നിന്ന് പോന്നേ. ഷൂട്ടിംഗ് നിർത്തി ഇപ്പൊ നമ്മൾ ബസ്സിലോട്ട് പോവാണ്. അതെ ഞാൻ പറയാം, നമുക്ക് ഇവിടെ നിൽക്കാം, വാക്ക് പോണ്ട. ഈ ഷൂട്ടിങ്ങിന് മാത്രം നോക്കി കുത്തിറക്കേ നോക്കി വണ്ടി കണ്ടു. ഞാൻ ആദ്യമായിട്ട് സാധനം എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനൊക്കെ ഇത്ര ഒരുപാട് ബസ് ഇപ്പൊ പോകുക. ഇവിടെ മാത്രം ഫോട്ടോ തൂത്തിറക്കേ. നമുക്ക് ഇതൊക്കെ നോക്കാലോ. എനിക്ക് ഇവിടെ അല്ല. അപ്പൊ ഞങ്ങളിപ്പോ ബസ് കയറി. കാലം തെറ്റി ഇവിടെ ഇങ്ങനെ ആയി അറിയപ്പോ കുടുത്തം കിട്ടണില്ല. കമ്മലെടുത്താ വലിച്ചെറി. നമ്മുടെ പാർക്ക് സ്റ്റാർട്ട് ചെയ്യണേ. നോക്കിയാ അവിടെ അതാണ് ഞങ്ങൾ പറയപ്പെട്ട ഞങ്ങളെ കുളം. ഇതിങ്ങനെ ഇത് ഞങ്ങൾ എന്നും ബ്രൈറ്റണിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഈ പാർക്ക് കാണലുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടേക്ക് ഒന്ന് വരണം എന്ന്. എന്നിട്ട് നമ്മള് അക്ഷയഞ്ചിയൊക്കെ ഉള്ളപ്പോ നമ്മൾ മേലെ പോയപ്പം അവിടെ കണ്ടില്ലേ ആ സ്ഥലം, നമ്മള് വിചാരിച്ചു ഇങ്ങോട്ട് വരണമെന്ന്. ഇനി കൊഴപ്പൊന്നുമില്ല. അതിന് ഉഷാറാണ് കണ്ടോ. കുറച്ച് ചെറിയ വേനുണ്ട്, കുറച്ച് ഞാൻ മാറും, നടക്കുമ്പോഴേ മാറുള്ളൂ. ഇത് അനാഥയായ ഒരു പ്രേതം. പ്രേതം പ്രാവ് ഉദ്ദേശിച്ച് പ്രാവ് നിക്കണ നോക്കിയാ. എന്താ പ്രാവ്? എനിക്ക് ആരുമില്ലേ. അയ്യോ മറന്നു. ആൾക്കാർ പട്ടിണി കൊണ്ടുവരുന്നുണ്ട്. ആൾക്കാര് അവിടെ എന്താണ് സാധനം എന്നല്ലേ അന്ന് ചോദിക്കാൻ ഞാൻ. എന്താ അവിടെ അവസാനം വെറുതെ കാറ്റിനനുസരിച്ച് കറങ്ങുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ നല്ല രസം കാണാൻ. സൂമായി കാണിച്ചു കൊടുക്കുന്നാലേ കാണുള്ളൂ. കാണൂല, ഫോൺ ഫേവറേറ്റ് അല്ലേ കാണുള്ളൂ. നല്ല അവിടെ ആ മറ്റേ താറാവാളൊക്കെ ഉണ്ട് അവിടെ കുളത്തില്. താറാവൊക്കെ പോയി വീട്ടിൽ പോയി തോന്നുന്നു. താറാവ് കുളത്തിലുണ്ട് അവിടെ. ഞാൻ കാട്ടു പോയി. ഞങ്ങള് പാർക്കൂടെ നടക്കാണ്. എവിടം വരെ എത്തോന്നോ വെള്ളത്തിൽ പോണോ? ഇവിടെ എന്താ നല്ല വാട്ടം കേട്ടോ. താറാവൊക്കെ എന്റെ വീട്ടിലും താറാവ് ഉണ്ടായിരുന്നില്ലേ? ഒന്ന് നീന്തി വരുന്നതാ ഇങ്ങോട്ട്. രണ്ടെണ്ണത് അവിടുന്ന് വരുന്ന എല്ലാരും വരുന്നുണ്ട്. നമ്മളെന്താ തീറ്റിട്ട് കൊടുക്കുന്ന വിചാരിച്ചിട്ട് പോയി പോലെ. പാവലേ എടാ, ഞങ്ങളടുത്തൊന്നും ഇല്ല. എന്താ പറയൂലോട്, സോറി. ഓലൊക്കെ വരുന്നുണ്ട്. നമുക്ക് പോവാം. എല്ലാരും രസമല്ല, എല്ലാരും വരുന്ന പോലെ കൊതിപ്പിച്ചു പോവാ. ഓലൊക്കെ വരണോ ഗൈസ്? എനിക്ക് വയ്യ. ഇവിടെ വന്നിട്ടാണ് കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വരാൻ തുടങ്ങി. പോയി ഓൾക്ക് മനസ്സിലായി നമ്മുടെ അടുത്ത് ഒന്നും ഇല്ലാന്ന്. ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട ടൈം കഴിഞ്ഞല്ലോ. ഇതൊക്കെ ഇട്ടെടുത്ത് പറ്റിച്ചാലോ? ഓൾക്ക് കാഴ്ചശക്തി നല്ല ഉണ്ട്. പറ്റിച്ച് സ്ഥലം മാറ്റാം. ഇവിടെ ആകാശം നോക്കാം. എന്തല്ലേ മേഘൊക്കെ കൊണ്ട് അങ്ങോട്ട് പോണേ. എന്താ രസം. ഇവിടെ എല്ലാം സെയിം വീടില് എന്താ പറയാ, ഒക്കെ ഒരേ മാരി. സെയിം അല്ലല്ലോ, ഇത് രണ്ട് സെയിം ആണ്. അങ്ങോട്ടൊക്കെ വേറെ. ഇവിടേക്ക് നോക്ക്, ഇതൊക്കെ സെയിം അല്ലേ? അതൊക്കെ സെയിം, സമ്മതിച്ചു. ഇതെന്താ ഇങ്ങനത്തെ തോട്ടം? തോട്ടല്ല, കാടാ. ഇതാ മറ്റേ സാധനം ഉണ്ടായി വരുന്നതാ.
നമ്മള് ഇങ്ങനെ ഇങ്ങനെ ആക്കി കളിച്ചിരുന്ന സാധനം. ഊതണ സാധനം. ഊതുന്ന സാധനല്ല, ഈ സാധനം തന്നെ. ഇത് വലുതാവണതാ. ആണോ? അല്ല പിന്നെ ഇതിപ്പോ എന്താ? ഇത് വേറൊരു ചെടി. ഇതിനെ പറ്റിയൊക്കെ ധാരണ ഇതൊക്കെ ഉള്ളത് എനിക്കറിയില്ല. പഠിച്ചോനെ ജിയന്റെ കിട്ടിയോ എനിക്ക് ഹിസ്റ്ററി ക്ലാസ്. ജിയനെ പോലായോ? ഇതേ മഞ്ഞപ്പൂ. അല്ല ഈ ഇത് വേണ്ട, ഇത് മതി. ഹാടി പോയതാ? കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ കൊറേ നടക്കാണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഫോണില് ചാർജ് നമുക്ക് തിരിച്ച് കടന്നു പോയിരുന്നു. ആ പിന്നെ ഞങ്ങളെ ഫോണിൽ ചാർജ് ഇല്ല കേട്ടോ. വേണമെങ്കിലും ഓഫ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങള് എപ്പോഴെങ്കിലും ഉറപ്പില്ല, നിർത്തി പോയാലും നിങ്ങളൊന്നും വിചാരിക്കരുത്. അവിടെ പർപ്പിൾ ലാവെൻഡർ അല്ലേ? ലാവെൻഡർ പൂവുകൾ ഇവിടെ. അതാ ഇനി ഇത് വേണ്ടല്ലോ, ഇത് ഡിലീറ്റ് ആകാം. ഇവിടെ നല്ല രസം. പൂവല്ലേ? അറിയില്ല, എന്തായാലും ഞാൻ പറിച്ചു. ജിയ കാണണ്ടോ? അതെ, ഇവിടൊക്കെ പൂവാട്ടോ, ഇവിടൊക്കെ പർപ്പിളാ. ഉണ്ടോ ഇങ്ങനത്തെ ഒന്ന് നാട്ടിലുണ്ട്, ഇങ്ങനത്തെ പൂ. എനിക്കറിയില്ല. ഈ കളറാണോന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ ഇങ്ങനെ നീണ്ടു നിക്കണ ഇങ്ങനെ വലുതാണോന്ന് എനിക്ക് ഓർമ്മല്ല. അങ്ങനെ നിക്കണ ഒരു പൂവുണ്ട്. ഈ സാധനം ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ആണോ? തിരിച്ചു പറ്റിയ വായിക്കറി പോകും, നല്ല രസം ഉണ്ടാവും. ഊതങ്ങട്ട് കുത്തിച്ച ഇതൊക്കെയാണ്. ജസ്റ്റ് അറിയാതെ ഇങ്ങനെ പോവട്ടോ. ആൾക്കാർ ബേക്കിലുണ്ട്, ഒന്നും കാണണ്ട. ആരെങ്കിലും കണ്ടാ നമുക്ക് ചീത്തട്ടും. പുള്ളിക്കാരൻ നോക്കണ്ടത് ഞാന് നോക്കിയോ? ഇല്ല. പറക്കല്ലേ ഇവിടെ ക്യാമറ ഉണ്ട്. ഇത് നോക്ക്, ക്യാമറ നോക്കാം അവിടെ. പോയാലോ? നമ്മളെ ഡ്രസ്സ് കിട്ടുമോ? നമുക്ക് സൈക്കിൾ എടുത്ത് പോയാലോ? ഇവിടെ എന്തൊക്കെ സൈക്കിൾ എന്തൊക്കെ പരിപാടി ഉണ്ട് ശരിക്കും. ഇത് വലുത്, ഇത് കാറ്റടിച്ചപ്പോ പോവാ നോക്കാം. പോടാ പോടാ, മേഘം നോക്കാം. എന്നിട്ട് പോണില്ല. ജനറൽ വേസ്റ്റ് ഇങ്ങോട്ടല്ല പോണ്ടത് ആക്ച്വലി. പിന്നെ എങ്ങോട്ടാ പോണ്ടേ? നമുക്ക് ഈ പാർക്കിൽ വന്നോ? ഇല്ല. ഫസ്റ്റാ? ഭാഗ്യം. അല്ലാത്ത സ്ഥലത്തൊക്കെ പോലുണ്ട്. അതെങ്ങോട്ട് പോവാനേ? അവിടെ പാർക്ക്. നമുക്ക് അവിടെ എല്ലാത്തിനും കയറിയാലോ? അപ്പൊ ഞാനല്ല, നമ്മള് പൂക്കളൊക്കെ കണ്ട് നമ്മൾ കളിക്കാനുള്ള സ്ഥലത്ത് പോവാണ്. അപ്പൊ ഞാനൊന്ന് കാണാം. എവിടെ ക്യാമറ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാർക്കിൽ കയറാം. ഇവിടെ ആരൊക്കെ ഉണ്ടല്ലോ ഉള്ളിൽ. അതിന് കയ്യിൽ കയറണം. ബാ, അപ്പൊ നമ്മളെ ഏരിയ എത്തിയിട്ടുണ്ട് ഗൈസ്. കയറുന്നതിന്റെ മുമ്പ് ഞങ്ങൾ ഇവിടെ എന്തോ ഒരു സംഭവം കണ്ടു. ഈ പുല്ലൊക്കെ ഇവിടെ മൊത്തം അങ്ങനെ ആയിട്ടാണ്. ഇവിടെ എന്തോ വേറെ എന്തോ കണ്ടു. ഇതെന്താ സംഭവം എന്നറിയില്ല. ഒന്നുമില്ലല്ലേ, ഞങ്ങൾ വെറുതെ കയറിയതാണ്. നടക്കാനുള്ള വഴി എത്ര ഉള്ളു? നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇവിടെ എല്ലാവർക്കും കയറാൻ പറ്റൂലേ? പറ്റാതിരിക്കുന്നില്ല. പട്ടികളെ കയറ്റില്ല. നമ്മളിപ്പോ പട്ടികളൊന്നും ഇല്ലല്ലോ. ഇതെങ്ങനെ സംഭവം? ഇങ്ങനെയൊക്കെ തന്നെ കൊട്ട് തന്നെ സ്വഭാവം പെട്ടത്.
അറിയില്ല തോന്നുന്നു. ചാക്ക മതി. ഇതെന്താ നിലത്തെടുക്കുന്ന സാധനത്ത് കൊട്ടി വെക്ക്. നിലത്തെടുക്കുന്ന സാധനത്ത് കൊട്ടി വെക്ക്. കൊട്ടിയേ? ഓക്കേ. കണ്ടോ ആണി കണ്ട കുട്ടികളെ. നല്ല നല്ല. ഇത് ചെറിയ സൗണ്ട്, ഇത് കുറച്ച്. ഓക്കെ കൊട്ട് നോക്കട്ടെ. എന്താ മറ്റേ ചൈനീസ് സോങ്ങോ? ചൈനക്കാരില്ല ഇങ്ങനെ സോങ്. മാരകം, മാസ്റ്റർ പീസ്. ആ കുട്ടി നോക്കണോ? ആ കുട്ടി നോക്കിയാണ്ട് അങ്ങോട്ട് ചാടുന്നു. ചിരിപ്പിക്കല്ലേ കാണണ്ട. ഇതിനെ ഇങ്ങനെ ആക്ഷേപിക്കണായിക്കോ. ഇത് ആ എന്താ സാധനം? ഇങ്ങനൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. എന്താല്ലേ ഇങ്ങനെയൊക്കെ പാർക്കില്ലേ? പാർക്കിൽ ഇങ്ങനത്തെ സാധനം. മറ്റേ എടുത്താക്കും. മറ്റു വന്നീനപ്പൊ 2 ഉണ്ടല്ലോ. ഒരാൾക്ക് ഇപ്പുറത്തും കൊണ്ടല്ലോ. ഒന്നും അറിയാത്ത ആൾക്കാർ ഇങ്ങനെ കാട്ടും. സിമ്പിൾ. ആരൊന്നും വിചാരിക്കുന്നുണ്ട് അറിയാത്തോണ്ടാണ്. കൊട്ട് 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 കാണും. സുഖല്ല, അത് കേടാ. കൊട്ടാൻ അറിയത്തില്ല. നമുക്ക് ഈ സാധനത്തിലൊക്കെ കയറാലോ. ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇതൊക്കെ മതി. Come on. ഇത് വാ. ഞാൻ ഇരിക്കട്ടെ. അപ്പൊ ഞാനോ? തുംസേ നല്ല ചൂടുണ്ട്. ഫോണിൽ ചാർജ് ഇല്ല കേട്ടോ. തുംസേ എത്രയായി ചാർജ്? ഇതൊക്കെ സിമ്പിൾ. ഇട്ട് ചാടുമ്പോ പ്രശ്നമുണ്ടല്ലോ. അല്ലാഹ് കുരിപ്പ് താഴെ പോയി. പാവല്ലേ. നമുക്ക് ഇത് വരും. ഇത് വാ വാ. ഞാൻ അങ്ങനെ പിടിച്ച രണ്ടാളും കയറുക. ഇതെന്താ? കൂടെ കയറി ഇങ്ങനെ 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 ഇങ്ങനെ. അമ്മേ ഞാൻ പോടും. അങ്ങനെ കയറിയേ. ആ കയറിക്കോ. എന്താ കുഴപ്പമുണ്ടോ? ഇല്ല. 2 വീണ്ടും പിടിച്ചോ. തുംസേ ഇതൊക്കെ ചെറിയ കുട്ടിയൊക്കെയുള്ള കേട്ടോ. ഓ മൈ ഗോഡ്, ഇവിടെ കൊക്കയാണോ? അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അതിൻ്റെ ഉള്ളിലേക്ക് ചെയ്യാം. അവിടെ ഞാൻ താഴെ പോട്ടെ. നല്ല രസം കാണാൻ. എനിക്കും പോയിക്കൂട്ടോ. ഞാനും റൂബിൻ കേറിനാവുമേ. കക്കാടം പോയി കുട്ടി വീണ്, കുട്ടി കരഞ്ഞു പോവാ. ഇത് നൈസാട്ടോ. ഇത് നല്ല രസമുണ്ട്. അത് നല്ല രസമുണ്ട്. സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ട്. തുംസേ ഇതേ നല്ല സുഖണ്ട്. ഇതീ കൂടെ പോരാന്. എനിക്ക് മണ്ണിലും കൂടി പോണെന്നുണ്ട്. മേത്ത് കൂടെ അവിടെ JCB ഒക്കെ ഉണ്ട്. നമുക്ക് വേറെ ഇടാലോ. നമുക്ക് എന്നാ ഊഞ്ഞാല ഇടാലോ. ഊഞ്ഞാലാടുക. മഞ്ചാടിയല്ലേ? മഞ്ചാടി ഇവിടെ 2 ഇടത്തും പിടിച്ചോ. ഞാൻ പോവൂലേ. ആരാ ആട്ടനറിയാം നമുക്ക്. എവിടെ അടിയാണല്ലോ അവിടെ കുട്ടികള്. എനിക്ക് ഞാൻ അങ്ങനെ ഇരുന്നോട്ടെ. ഇനി ഇങ്ങനെ പിടി. നമുക്ക് തമ്മനയിലെല്ലാം ഉണ്ടാക്കാം. ഓക്കെ. ചാര പിടിച്ചു.
ഇതെന്ത് കുന്താണ് എന്ത് നല്ല സ്പീഡിലാക്കും. സ്പീഡിലാക്കി എൻ്റെ ഒറ്റ കാലം എത്തണമല്ലോ നിന്റെ കാലം അവിടേക്ക് എത്തണം കൂടിയില്ല. ഓക്കെ കുറച്ചുകൂടി സ്പീഡ്. ഇത്ര പറ്റുള്ളൂ അവിടെ വരെ പോണം. ഒന്നുമില്ല. ആ ഇരിക്കണ അമ്മച്ചീനോട് ഒന്ന് തള്ളി തരാൻ പറ. എന്നാ അവരോട് പറഞ്ഞാലോ? ആ പറ. ഓലെ ഭാഷ എനിക്കറിയോ? ഓലെ എന്താണ് അറബി ഒന്നും. ഏതിനാ പാട്ട്? വന്നപ്പോ കണ്ട പാട്ട്. ഇജിന്റെ മേത്ത് കാണാവണ എനിക്ക് കനം കൂട്ടുന്നുണ്ട്. കടന്നോടെ കടക്കാൻ പറ്റൂലേ? നമുക്ക് രാത്രി ഇവിടെ വന്ന് കടന്നാലോ? ഞാൻ പിടിച്ചാ സ്ക്രീൻ കാർഡില്ല ഒട്ടും. ഞങ്ങളിതാ ഇവിടെ തന്നെ വീണ്ടും ഇങ്ങനെ കിടക്കാണ്. നല്ല സുഖം ഇവിടെ കിടക്കാന്. ഇനിയിപ്പോ അവിടുന്ന് എപ്പഴാ നീ എണീക്കാന്നറിയില്ല. ബാമ്പു പോയിസോ നമ്മളിവിടെ നീച്ചും കുറച്ച് കഴിഞ്ഞിട്ടാണ്. കുറച്ചൊരു ബ്രേക്ക് എടുക്കട്ടെ. ഞങ്ങൾ ബ്രേക്ക് എടുക്കാണ്. ഇവിടെ മൊത്തം മണലാട്ടോ. നല്ല രസമുണ്ട്. അല്ലി എല്ലാരും ഇങ്ങോട്ട് വരണം. ഇവിടെ അടിപൊളിയാണ്. ഓൽക്കൊക്കെ ഇഷ്ടാവൂട്ടത്. ബേബിക്കൊക്കെ ഇഷ്ടാവും. ബേബി കണ്ടോണ്ടേ. ഇതാണോ കോരുന്ന സാധനം? ഇത് നമ്മള് ഫസ്റ്റ് പോയിട്ടോ ഗൈസ്. അവിടുന്ന് ആദ്യം കുഴിയിലേക്ക് ഇട്ട് കൊടുക്ക്. അങ്ങനെയാണല്ലേ? യെസ്. ഇവിടുന്ന് വേണ്ടട്ടോ. ബേബി ഒക്കെ കാണണ്ടത്. അങ്ങനത്തെ എന്നിട്ട് തിരികെ ഫുള്ള് തിരി. പോരട്ടെ. നല്ല രസമുണ്ടല്ലേ? ഇനി മാന്തിട് ഫുള്ള്. ഇതിന് കൊറേ നേരം കണക്കിന് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ഞാൻ കാണിച്ചരാം. അറിയാൻ എനിക്ക് കാരണം ഈ കുഴിയിലേക്ക് എങ്ങനെ അതാ ഇവിടെ കോരി നിറച്ചോ ഇതൊക്കെ കോരി നിറച്ചതാ. ആണോ? സിമ്പിൾ ആണോ? ഇതെന്താ കോരി നിറച്ച് കോരണ്ടല്ലോ, JCB ഉണ്ടല്ലോ, മാന്തി ആണോ? എന്നിട്ട് കുട്ടികൾ എന്നിട്ട് വീട്ടിൽ നിന്ന് കൊറേ സാധനം കൊണ്ടുവരുന്നുണ്ടല്ലോ അല്ലേ? കപ്പും പാട്ടി അതൊക്കെ. കപ്പും പാട്ടൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ? ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. അതൊക്കെ ഇവിടെ ഉള്ളതാ. ഇവിടെ എല്ലാ സാധനവും നിറച്ചോ? ചെറിയ സംഭവം ഞങ്ങളിപ്പോ ഈ കാണുന്ന ഈ കറങ്ങണ സാധനത്തിൽ കേറി. ഞാൻ ആദ്യം കേറി. ഞാൻ അതിന് കൊയിഞ്ഞാടി. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു. എന്നിട്ട് കേറിയപ്പം അതും കൊയിഞ്ഞാടി. വീഡിയോ എടുത്ത് നല്ല രസമുണ്ടായി. പക്ഷെ അതിൽ ഓഡിയോ കണക്ട് അല്ലേ? മൈക്ക് കണക്ട് ആയിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ സൗണ്ട് ഇല്ല. ഞങ്ങൾ എന്നാണ് വെറുതെ ലാസ്റ്റ് ഇടാം. പക്ഷെ നല്ല രസമുണ്ടായി ഞങ്ങൾ കേറിന്റെ. അതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് ഇടാത്. ഇത് നോക്കാം. കുറ്റിപ്പര ഫോണില് കാണുമ്പോ നല്ല വലുപ്പം തോന്നാ. ഇവിടെയുണ്ട്, അവിടെയുണ്ട്. അവിടെ ഒരു കൂടാരം. അത് മറ്റേ കുറ്റിപ്പര തന്നെ. ഇതവിടെ നോക്കാ ഇങ്ങനൊക്കെ. ഇതെന്തിന്റെ മര? ഇത് അറിയില്ല. നമ്മളെ പുഴയിലൊക്കെ ഉണ്ടാകുന്ന 405 വരല്ലേ? പുഴയിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ലേ? എടി പുഴ ഉസ്താദൊക്കെ അടിക്കാൻ വേണ്ടി എടുക്കുന്ന ചൂരലല്ല അങ്ങനത്തെ ഒരു സാധനം. ചൂരലല്ലേ എടുക്കുക? ഇവിടെ എന്തൊക്കെയോ സാധനം കണ്ടോ? സാധനം നടന്ന് ഇതെന്തോ ഒരു പിന്നെ കയറാം. അതിന്റെ അപ്പുറത്തുള്ളവർക്ക് അല്ല, ഇവിടുന്നാണ് കേറുക. ഇവിടുന്ന് കേറിട്ട് അങ്ങോട്ട് പോവാ. കുട്ടി കയറാൻ നമ്മളെ കണ്ടിട്ട് പോവാ കേട്ടോ. ഞങ്ങള് കയറട്ടെ. എന്നുവെച്ചാ പോയി പിടിക്കേ. ആയില്ലേ? റെഡി? നോട്ട് റെഡി. റെഡി ആണേ. പോട്ടെ ചാർജ് ഇല്ല.
മുണ്ണാപ്പെടാമേ ഇന്നെ കൊഴിഞ്ഞാടിയാലേ ഇന്നൊന്ന് സഹായിക്കണേ. ചാടി കയറി നമുക്ക് 2 കാലം വെച്ച് ഒരുമിച്ചും കയറി അങ്ങനെ കൊണ്ട് പറ്റും. ഷൂ ആയതുകൊണ്ടേ ഷൂ നിക്കണില്ല. ചാടി 2 കാലം വെച്ചും കയറി ഒറ്റ ചാടി. അത് തന്നെ കേട്ടോ. മതി 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 ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. അവിടെ ആൾക്കാരൊക്കെ നോക്കണ്ട. ഇറങ്ങ. മേത്തൊന്നടിച്ച് എടി ഇത് ഇങ്ങനെ അടി ഇരിക്കണ്ടേ? പക്ഷെ നമ്മൾ അവിടെ കണ്ടില്ല ഇങ്ങനല്ലല്ലോ. ഇത് ഇരിക്കാലോ. അപ്പോ റെഡി പോക്കോ. ഇതല്ല സുഖണ്ട്. അങ്ങോട്ട് പോകണ്ട്. ഇരിക്കുമ്പോ അങ്ങോട്ട് പോകണ്ടോ? എനിക്കറിയില്ല ഇത് ഇരിക്കാലതാണ്. ഞാൻ വിചാരിച്ചു മറ്റേ നിന്ന് പോവാനുള്ളതാന്ന്. അതല്ല നമ്മൾ അവിടുത്തെ പാർക്കിൽ ഞാൻ പോയിട്ട് വരാം. എന്താ പറ്റൂലോ. എനിക്ക് വരട്ടാൻ പോണം. പോവാ. അത് കണ്ടു പോവാലോ. മതി മതി. കാല് വെച്ച് പോണെന്നല്ലേ വിചാരിച്ചു. ഞാൻ കാല് വെച്ച് പോണ വിചാരിച്ചു. പിന്നെ ഞാൻ 2 വട്ടം ഇരുന്ന് പോയി. അത് വീഡിയോ എടുത്തില്ല ഞങ്ങള്. സ്റ്റോറേജ് ഫുള്ളായി. ഇപ്പൊ ഇതും പോകും. നീ ഇതിൽ ഒന്നിലും ചിരിക്കണം ഒന്നിലും ഞാനും ഇരിക്കണം. അതാണ്. ആണോ? ഇവിടെ ഇരിക്കുമ്പോ ആരെ വീഡിയോ എടുക്കാ? ഞാൻ എടുക്കാം. ആ സെൽഫി സ്റ്റിക്കും ഇട്. നോക്കട്ടെ. പോയി. അയ്യോ അമ്മ പോയി. 2 പിടിക്കാത്തോണ്ടേ ഇപ്പൊ ഞാനതായ ഓഡിയോ കണക്റ്റഡാ. മൈക്കില് ലൈറ്റ് ഇല്ല വെക്കാം. നമുക്ക് ഇത് വേണമെങ്കിൽ റീലും ഇവിടെ എടുത്തോ. ഞാനാണേ ആ കുട്ടി ചിരിക്കണ്. ഫുൾ ടൈം ഹെയറിൽ തന്നെ. എന്നാ കേട്ടോ അവിടെ നിന്നോട്ടെ. ഞാൻ ഇവിടെ നിന്ന് എണീക്കില്ല. വീഴല്ലേ? ഇതിങ്ങനെ ഇത് താണെങ്കിൽ ഞാൻ മോൾക്ക് പൊങ്ങണം. കുറച്ച് പൊങ്ങി. ഞാനൊന്ന് താവട്ടെ. റെഡി? ഞാൻ മോൾക്ക് പോവാണേ. നല്ല പോവല്ലേ? അത് എനിക്ക് വെയിറ്റ് ആയതുകൊണ്ടാണ്. മനസ്സിലായോ? നല്ല വ്യൂ ഉണ്ട്. നല്ല വ്യൂ ഉണ്ട്. ഇറങ്ങാം. നിർത്തട്ടത്. കുട്ടികളൊക്കെ നോക്കിയുണ്ട്. ഇറങ്ങാണേ. ഞാൻ വിടാണേ. ചാർജ് ഞാനേ വീഡിയോ എടുത്തിനെ. പക്ഷെ വീഡിയോന്റെ ആ ചൊമ്പ് ബട്ടൺ ഓൺ ആക്കാൻ മറന്നു. കേറിട്ട് ഞങ്ങള് ചാടി ഇറങ്ങി വാ. എന്തോ ഒരു വലിയ സംഭവമാണ്. എന്താണെന്ന് മനസ്സിലാവില്ല. കുട്ടികൾക്ക് ഇങ്ങനെ കയറാനുള്ള സംഭവമാണ്. ഇങ്ങനെ ഒരു സൂലൊക്കെ ഉണ്ട് ഇവിടെ. ഇതിന്റെ 4 സൈഡ് കുറെ സൈഡ് ഉണ്ട്. അവിടെ നിന്നൊക്കെ കയറാൻ പറ്റും. ഞാൻ വീട് വിചാരിച്ചു. ഇവിടെ കുയ്യുണ്ട് വിചാരിച്ചു. ഫോണ് ഞാൻ പിടിക്കാം. അങ്ങോട്ടാ ഇതെങ്ങനെ ബായിലൂടെ ഇറങ്ങിയോ? ആയിക്കോട്ടെ കയറുക. ഞാനാണ് അല്ല ഇതാണ് ഡോറ.
ഡോറയുടെ പ്രയാണം. എന്താ പറയണ, നിങ്ങൾ കയറൂ എന്ന് പറയൂ. ഇതെന്താ റെഡി കൂടെ ഇതെല്ലാം നേരെ പോയിക്കോ. എന്നിട്ട് ഇന്നത്തെ ഞാൻ പിടിക്കാം, ഫോൺ പിടിക്കാം. പോട്ടോ പോട്ടോ. ഞാൻ ഇപ്പൊ നേരെ കുറിപ്പ് കണ്ടേ, ഇങ്ങനെ പാട്ട് കിട്ടിയേ. റോസമ്മ പെണ്ണാളെ. ഓക്കെ ആണോ, എന്ത് സിമ്പിൾ, എത്ര ഉള്ളു പണി. അതിന്റെ ഉള്ളിൽ എന്താ? കോഴിക്കൂടാ ഉള്ളിൽ. അതിന്റെ ഉള്ളിൽ എന്താ? വാ കേറി വാ. അതിന്റെ ഉള്ളിൽ കൂടെ എന്നെ കാണുന്നുണ്ട്. വാ വാ. അല്ല ഫോണ് ഞാൻ പിടിക്കണല്ലേ. ഓ റോസമ്മ പെണ്ണാളെ. എവിടെ വരുമോ? ഫോണ് ഓഫാവും. രണ്ടാണ് ഫോണിലും ചാർജ് ഇല്ല. ഞാൻ വന്നു. ഇത് മുകളിൽ കയറപ്പോ. മുകളിലോ? ഓക്കേ. ഓ മൈ ഗോഡ്. കേറ്. ഇത് മേലെ കൂടെ ചാടാനാണ്. ഓക്കേ ഞാൻ കേറി. കേറി. അതാ വരുന്നു. രണ്ടാളും ഇരിക്കാം, എന്നിട്ട് ഫ്രണ്ട് ക്യാമറയിൽ ഇടട്ടോ. ഓ മൈ ഗോഡ്. കൊള്ളൂ. വാ വാ, ഇന്റെ പിന്നാലെ വാ. പോട്ടെ. നിറയണ്ടേ? ഇജ്ജ് റെഡി ആണോ? റെഡി. 1 2 3. ഓ 3 2 1 ഗോ. ഇത് സ്പീഡിലാണ്. അങ്ങനെ ഞങ്ങളുടെ ഒടുവിലത്തെ പരിശ്രമം കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തി. ഇനി ഏതായാലും ഉണ്ട് കേറാന്? വേറെ ഏതൊക്കെയോ കേറിയില്ലല്ലോ. ഇതിൽ കയറിയിട്ടില്ല. ഇത് കുറച്ച് നേരം കയറാം. ഇതിൽ കയറണോ? മടുത്ത്. അപ്പൊ നമ്മളിനി കുറച്ച് നേരം റെസ്റ്റ്. അതെ ഗൈസ്, ഞങ്ങൾ ചാർജ് ഇപ്പോൾ തീരാക്കി, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു വൈൻഡപ്പ് വെറുതെ പറയാണ്. ചാർജ് തീർന്നിട്ടില്ല, ഇതിന്റെ ബാക്കി ഞങ്ങൾ എടുക്കും. അവിടെ ഒരു നല്ല വ്യൂ ഉണ്ട് കേട്ടോ, നല്ല വ്യൂ. അപ്പോൾ ശരി, എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എല്ലാവരും. ഞങ്ങൾക്ക് പിന്നെ എന്താണ്, ഞങ്ങൾക്ക് ഞങ്ങളെ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങൾ മോണിറ്റൈസേഷൻ ഓൺ ആയതുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്. എല്ലാവർക്കും ചിലവുണ്ടാവും. ഞങ്ങളൊരു ഗീവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ യൂട്യൂബിൽ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ റെഡിയാക്കാം. അപ്പോൾ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എൻ്റെ മുഖം ആകെ എന്ത് ലൈറ്റാ. അപ്പോൾ ഗൈസ് അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സൈനിങ് ഓഫ്. അൻസലാം ഫസന. ബൈ.